മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ കല്യാണിയായി മാറിയിരിക്കുകയാണ്. Ladies and gentlemen, with a big round of applause, let's welcome the very young and talented actress Sania Ayyappan. നല്ലൊരു കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. She is looking absolutely gorgeous in black. ട്രെയിലറിൽ നമ്മൾ സാനിയയുടെ സീൻസ് കണ്ടു. അതേപോലെ പാട്ടിലാണെങ്കിലും അർജുൻ അശോകനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ്. So Sania, what do you have to say about this movie? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജോജു ചേട്ടനും അർജുൻ ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. വരവിൽ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടുന്നതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ആൻഡ് ജൂലൈ 16 വരെയാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണുക. താങ്ക് യു. താങ്ക് യു. സോ പൊതുവേ സാനിയ എങ്ങനെയാണ്, ആക്ഷൻ സിനിമകളൊക്കെ കാണാറുണ്ടോ? ആക്ഷൻ റോൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ഫുൾ ഓൺ ആക്ഷൻ റോൾ? തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാ നായകന്മാരെ പോലും എനിക്കും ആഗ്രഹമുണ്ട് ആക്ഷൻ സിനിമകൾ ചെയ്യണം എന്നുള്ളത്. തന്നെ ഇതിൽ ഞാൻ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യെസ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. Hopefully very very soon. And എനിക്ക് തോന്നുന്നു സാനിയുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക്ക് കൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ഫോർ എ വെരി വെരി ഗുഡ് ആക്ഷൻ ഹീറോയിൻ. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സോങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പം വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പം ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? ഷൂട്ടിംഗ് ഡേയ്സ് നമ്മളുടെ കൂടുതലും മൂന്നാറിലൊക്കെ ആയിരുന്നു. മൂന്നാർ, പിന്നെ പാല, ആ സൈഡിലായിരുന്നു ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ ക്വീൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് വേണ്ടിയിട്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകനായിട്ടാണ്. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടൻ്റെ ഇവിടെ നിൽക്കുന്ന ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ അത്യാവശ്യം നല്ല കുറുമ്പയാണ്. അപ്പോൾ സെറ്റിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. യെസ്. ആൻഡ് അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണ മുമ്പ് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജു ചേട്ടനെ, അതെ അർജുൻ ചേട്ടനെ. അപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ. ശരിക്കും അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അർജുനെ. സോ താങ്ക് യു സോ മച്ച് സാനിയ. ഐ തിങ്ക് നൗ ഐൽ ഗോ അഹെഡ് ആൻഡ് ഇൻവൈറ്റ് അർജുൻ അശോകൻ ഓൺ സ്റ്റേജ്. സോ സാനിയ കൂടെ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർജുനെ. വളരെ ലൈക്കബിൾ ആയിട്ടുള്ള, വളരെ ചാർമിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അർജുൻ്റേത്. അത് മാത്രമല്ല, ഹി ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മോസ്റ്റ് versatile actors of this generation. അർജുൻ അശോകൻ ഓൺ സ്റ്റേജ്. സോ അർജുൻ, ഷാജി കൈലാസ് സാറിന്റെ കൂടെ ഉള്ള രണ്ടാമത്തെ സിനിമയാണ്. പല ആക്ടേഴ്സിന്റെ ഭാഗ്യമാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് ഒരു സിനിമയെങ്കിലും കിട്ടണമെന്ന്. ഇവിടെ രണ്ടാമത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാജി സാറിന്. ഞാൻ ഒരു വിളി അപ്പം തന്നെ ഓടി വന്ന് നേരെ ചെയ്യുക. ഇടയിൽ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇപ്പോൾ ഏത് റോൾ വന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷേ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം, അത് മാത്രമുള്ള ആഗ്രഹം. പിന്നെ എനിക്കുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും, ദീപകേട്ടൻ, അസീസിക്ക, പിന്നെ ബോബി ചേട്ടൻ, പിന്നെ ജോജു ചേട്ടൻ മെയിൻലി, പിന്നെ സാനിയായിട്ട് എനിക്ക് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ടൊക്കെ ഗിഫ്റ്റൊക്കെ തന്ന ഒരു വ്യക്തിയാണ്. അത് വേറെ ആരും തന്നിട്ടില്ല ആ സമയത്ത്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ രാജേട്ടൻ്റെ കൂടെ കുറേ പടയും. അപ്പം അങ്ങനെ അത് എന്താ പറയണമെന്ന് ആക്ച്വലി അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു വരവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ എല്ലാവരും ഇത് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്? കൊച്ചിക്കാരുടെ ഇത് കളയാൻ ഒരു കയ്യടിയൊക്കെ താ പ്ലീസ്. ഇത്രയും നന്നായി നമ്മൾ ഇത്ര പേര് പവറായിട്ട് വെക്കുമ്പോൾ പ്ലീസ്. എന്നാലും കൊച്ചമ്മര് ഹായ്. അങ്ങനെ ഒച്ചണ്ടാ കുറച്ച്.
അപ്പൊ താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം വരാൻ പറ്റിയാലും. പിന്നെ ഇത് ഞാൻ തേരാപ്പാറ നടക്കുന്ന സ്ഥലമൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗസ്റ്റ് ആയിട്ടൊന്നും നിൽക്കുന്ന ഒരു ഫീല് കിട്ടൂല. അപ്പൊ മാക്സിമം ഇങ്ങനെ വന്നു, സംസാരിച്ചു, പോയി. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പൊ ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമുമായിട്ടാന്ന് തോന്നുന്നു അല്ലേ? ആക്ച്വലി സാനിയായിട്ടാണ്. Yeah. അപ്പൊ അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? ജോജുവായിട്ട് എനിക്ക് ആക്ച്വലി ജൂൺ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോ അത് പറയാൻ തന്നെ കുറെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ആക്ച്വലി കുറേ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നു. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. കലക്കൻ എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്തപ്പോൾ. ഹലോ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെറിയ കൈയടിയൊക്കെ വരുന്നുണ്ടല്ലേ? എനർജി കുറച്ചുകൂടെ വേണം കേട്ടോ. ഒന്നുകൂടെ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചപ്പോ ദീപക് വരുമ്പോൾ. സോ ദീപക് ഓൾറെഡി എ കെ സാജൻ സർ പറഞ്ഞു അടിപൊളിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പൊ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചും ഹോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിന്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കൈലാസ് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ വലിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ വലിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 3 4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ, ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറേയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചെലവാണ്. അപ്പോൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറേയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോൾ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലേ എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും. മറ്റൊന്നിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയാം. പിന്നെ സ്ലോ മോഷൻ കിട്ടിയല്ലേ? അത് മതി. സ്ലോ മോഷൻ കിട്ടി, നല്ല സ്ലോ മോഷൻ ആയിരുന്നു എനിക്ക്. അത് സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണില്. എന്തായാലും ആ ട്രെയിലറിൽ കണ്ട സിഗരറ്റിന്റെ സീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ സ്വാഗതം ചെയ്യാം അസീസ് നെടുമങ്ങാട്. നല്ലൊരു കൈയടി നൽകി. ശരിക്കും നല്ലൊരു കൈയടി ഓട്ടോമാറ്റിക്കലി വന്നു. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ഇവിടെ. ഹാർട്ടി വെൽക്കം our beloved actor അസീസ് നെടുമങ്ങാട് ഓൺ സ്റ്റേജ്. ഇദ്ദേഹവും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ക്യാരക്ടറിനെ കുറിച്ചും വരവെന്ന ഈ സിനിമയെ കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അല്ല, നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറകെ നോക്കിയാരോ? അയ്യോ, കാരണം ഞാൻ ഈ പടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിൻ്റെ വീട്ടിൽ പണ്ട് ചാൻസ് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ്സ് എഴുതുക, 3 സൈസ് ഫോട്ടോ, ഇങ്ങനെ 3 ഫോട്ടോ വെക്കണം, ഫോട്ടോ കൊടുക്കണം. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു. ആയിക്കോട്ടോ. Ladies and gentlemen, നമ്മളെല്ലാവരും ഇത്രയും നേരം let's welcome the power packed actor, the intense actor, നമ്മുടെ സ്വന്തം ജോജു ജോർജ്. നിറഞ്ഞ കൈയടി നൽകി ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. The power packed performer, the hero of the movie Varav, joining us here, the one and only ജോജു ജോർജ്. ജോജു ചേട്ടാ, ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഈ ഒരു സായനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരവെന്ന സിനിമയിലെ ജോജു ചേട്ടന്റെ കോ സ്റ്റാർസ് ഒക്കെ ഈ സമയം വേദിയിലുണ്ട്. The very beautiful and talented actress വീണ നായർ joining us on stage. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയി മാറിയിരിക്കുന്ന വീണ നായർ. അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം, സെന്ററിലേക്ക് കയറി നിൽക്കണം എന്നൊരു റിക്വസ്റ്റ് നമുക്ക് മീഡിയ ടീമിന്റെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്. സോ എല്ലാവരും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം. വീണ ചേച്ചി, എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഷാജി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനൊരു അവസരം എനിക്ക് കിട്ടി. എ കെ സാജൻ സാറിന് മുന്നേ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു കോള് വന്നപ്പോൾ തന്നെ ഞാൻ ഉടനെ എ കെ സാജൻ സാറിനെയാണ് വിളിച്ചത്. സാറേ, ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്,
സാർ അതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നോക്കണം. കാര്യം ഇതൊന്നും അങ്ങനെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, സിനിമ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അസീസൊക്കെ ഞാനുമാണ് ഇതിനകത്ത് പെയറായിട്ട് അഭിനയിക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരവൺ സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനൊക്കെ അപ്പുറം ജോജി ചേട്ടൻ, ഞാൻ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ ജോജി ചേട്ടൻ ഞാനും വേറായിട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ആ ലൊക്കേഷനിലാണ് കാണുന്നത്. വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എപ്പോഴും എല്ലാവരോടും ഒരേപോലെ, ആർട്ടിസ്റ്റുകളോടെല്ലാം തന്നെ ഒരേപോലെ പെരുമാറുകയും ഒരേപോലെ തന്നെ കരുതലോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ പടം എന്തായാലും തിയേറ്ററിൽ റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കിൻഡൽ ഇടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും കുറച്ച് കിൻഡൽ ഇടി എൻ്റെ കൺമുന്നിൽ വെച്ച് കിടന്നു, ഇടിക്കാൻ പറ്റിയില്ല അല്ലേ. ഞാൻ അസിസ്റ്റൊക്കെ നോക്കിയതാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഓണത്തിനിടെ പൂട്ടുവെച്ചോടം എന്ന് പറയുന്നതല്ലേ ജോഷി സാറേ, ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ സാറിൻ്റെ പടത്തിൽ ഒരു വേഷം, അതൊരു സീനാണെങ്കിലും അത് ഈ ഒരു അവസരത്തിൽ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ അല്ലാണ്ട് ഒരു അവസരം അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഷാജി സാർ ഇവിടെ, ഷാജി സാറേ താങ്ക് യു സോ മച്ച്. ജോ ചേട്ടാ താങ്ക് യു. പ്രൊഡ്യൂസർ എല്ലാവർക്കും, ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവർക്കും, ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചതിലും ഞാൻ ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. അതിനുശേഷം നായകനായി പിന്നീട് ഡയറക്ടറായി ഇപ്പോൾ ഇതാ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോജു ജോർജ്, ദ പവർ പാക്ക് പെർഫോമർ. ആണെങ്കിൽ നമുക്ക് ജോജു ചേട്ടനോട് തന്നെ ചോദിക്കാം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2 വർഷം മുന്നേ പണി എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ആക്ഷൻ സിനിമ ഡയറക്റ്റ് ചെയ്ത ജോജു ചേട്ടൻ ഞങ്ങളെ എല്ലാവരും ഞെട്ടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇതാ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം എന്താണ് ഷാജി കൈലാസ് എന്ന ഈ ആക്ഷന്റെ വലിയ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചത്? വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ജോഷി സർ, പ്ലീസ്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, വേദിയിലുള്ള എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മുടെ പ്രിയ സംവിധായകൻ, ലെജൻഡറി ഡയറക്ടർ ജോഷി സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഷാജി കൈലാസ് സാറിനും ജോഷി ജോർജിനും ഒക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ്. ഈ സമയം ജോസ് തോമസ് സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും കൂടി ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് സ്വാഗതം ചെയ്യാം. അമൃത വർഷിണി ഓൺ സ്റ്റേജ്, നല്ലൊരു കൈയ്യടി നൽകാം. ഒപ്പം സ്വാഗതം ചെയ്യുന്നു ബാലാജി ശർമ്മ, ദ വെരി ടാലന്റഡ് ആക്ടർ. കോട്ടയം രമേശ്. കൈയ്യടി നിർത്തുന്ന വലിയൊരു കൈയ്യടി നൽകി തന്നെ എല്ലാ താരങ്ങളെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.